ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ്, ഒരു വമ്പൻ ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദർശ് ചന്തുമോളുടെ അച്ഛനല്ല എന്നുള്ള വിവരം ദേവയാനി അറിയിക്കുകയാണ് കേട്ടോ നയന. അതിനായിട്ട് കുറേ പാടുപെടുന്നുണ്ട് ആദർശിൻ്റെ ആ നിരപരാധിത്വമൊക്കെ ഒന്ന് തെളിയിക്കാനായിട്ട്. അതേസമയം അഭിയാണെങ്കിൽ ആ DNA ടെസ്റ്റിലൊക്കെ കൃത്രിമത്വം കാണിക്കുകയും അതുവഴിയിട്ട് പിന്നെ ആദർശ് തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതെല്ലാം പൊളിച്ച് നയന ആ അഭിയാണെന്നുള്ള വിവരം ദേവയാനെ ധരിപ്പിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് ആകെ മൊത്തം ടെൻഷനിലാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് ആദർശ് അങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നൊന്നുമില്ല. പക്ഷേ അതേസമയം അഭി തന്നെ ചെന്നിട്ട് പറയാണ് കനകയോടും ഗോവിന്ദനോടും ഒക്കെ ആദർശ് തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം. അപ്പോഴേക്കും അവർക്കൊക്കെ ആകെപ്പാട് ടെൻഷനായിട്ട് നയനയെ വിളിക്കുന്നുണ്ട്. നയനയെ വിളിച്ചിട്ട് കനക ചോദിക്കുക, മോളെ ഇതെങ്ങനെ സംഭവിച്ചു, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, അതെ ആദർശേട്ടനാണെന്ന് ആണ് ഇപ്പം എല്ലാവരും പറയുന്നത്, അല്ലെന്നുള്ളതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടൊക്കെയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്ത് വേണേലും വിശ്വസിക്കാം എന്ന് പറയാണ്. അപ്പോഴും കനക പറയുന്നുണ്ട്, ഞങ്ങളും അതൊന്നും വിശ്വസിക്കുന്നില്ല മോളെ എന്ന് പറയാം. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നയനയോട് ചോദിക്കുന്നുണ്ട്, നയനമോളെ നീ എന്തിനാ പറഞ്ഞത്, ഗോവിന്ദനും കനകയ്ക്കും ഒക്കെ ഒരുപാട് വിഷമാവുകയല്ലേ, അവരിതൊക്കെ അറിയുമ്പോൾ സഹിക്കുമോ എന്ന് ചോദിക്കുക. അപ്പം നയന പറയാ, അതെന്താ എന്നായാലും അവരറിയേണ്ടതല്ലേ, അവരത് അറിഞ്ഞോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനൊക്കെ അഭി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പം അവിടെയും ചെന്ന് അവരോട് പറയുമെന്ന് പറഞ്ഞും വീണ്ടും ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ലേ, അതിൻ്റെ ആവശ്യമില്ല. എന്നായാലും അറിയേണ്ടതൊക്കെ എല്ലാവരും അറിയണം. അപ്പം മുത്തശ്ശനും പറയാം അത് തന്നെയാ ശരി എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അഭി പല കാര്യത്തിലും ആദർശേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അഭിയാണോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആദർശേട്ടൻ ഒരിക്കലും ആവില്ല എന്നുള്ള കാര്യവും എനിക്ക് ഉറപ്പാണെന്ന് പറയാം. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാ, ചിലപ്പോൾ അഭി തന്നെയായിരിക്കാം അവനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയാം. എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലേ, നിങ്ങളും അന്ന് ആ വീട്ടിൽ പോയതല്ലേ, അവിടെ നടന്ന സംഭവങ്ങളിലൊക്കെ അഭി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് അവിടെ നിന്ന് കൂടുതൽ രംഗം വഷളാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചന്തുമോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കൊച്ചുമോളാണല്ലോ അവൾ, അതിനിപ്പം ആരുടെ ആയാലും ചന്തുമോൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കും. ഇപ്പം ആദർശും നയനിയും അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്, സ്വന്തം മോളെ പോലെ അവർ വളർത്തും. നമ്മുടെ കാലശേഷവും ഒരു കുറവുമില്ലാതെ ചന്തുമോൾ ഇവിടെ വളരും എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നയനയ്ക്കാണെങ്കിൽ ആകെപ്പാടെ വിഷമമാണ് ആദർശിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ ആദർശിനോട് ദേവയാനി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശും നയനയും ഉണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഡോക്ടറെ കണ്ടു, അപ്പോൾ കുറച്ച് നാൾ മെഡിസിനൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞോ എന്ന് പറയുമ്പം ആദർശ് പറയാണ്, അതമ്മേ എനിക്കാണ് കുഴപ്പം, നയനയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ മെഡിസിൻ കഴിച്ചാൽ ശരിയാവും എന്നാണ് പറഞ്ഞത് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഉടനെ തന്നെ ഒരു കുഞ്ഞിനെയൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട അമ്മ എന്ന് പറയുമ്പോൾ ദേവേനെ ചോദിക്കുക, അതെന്താ അങ്ങനെ നീ പറയുന്നത്, ചന്തുമോള് വന്നതുകൊണ്ടാണോ? ഓ, നിന്റെ കുഞ്ഞാണല്ലോ ചന്തുമോള്, അതുകൊണ്ടായിരിക്കും ഇനി ഉടനെ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കേണ്ടെന്ന് നീ പറഞ്ഞത് അല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയാം, അതല്ലമ്മേ, ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കുറച്ച് നാൾ മെഡിസിനൊക്കെ കഴിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ ദേവയാനിക്ക് ദേഷ്യം വരിക, ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന, ആദർശിന് ഇപ്പോൾ ഒരു കുട്ടിയെ വേണ്ട, കാരണം ചന്തുമോളുണ്ടല്ലോ. അതുപോലെ നയനെ നീ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്, നീ നിന്നെ മുതലാക്കുകയാണ് അവൻ ചെയ്യുന്നത്. നീ ചന്തുമോളെ സ്വന്തം മോളായിട്ടങ്ങ് വളർത്തിക്കോളുമല്ലോ. പക്ഷേ എനിക്കത് സഹിക്കാനൊന്നും പറ്റില്ല, ചന്തുമോളെ സ്വന്തം കൊച്ചുമോളായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന ഒരു കുട്ടി, അതായിരിക്കും എൻ്റെ കൊച്ചുമോളോ കൊച്ചുമോനോ, അതിനെ എൻ്റെ പേരക്കുട്ടിയായിട്ട് വളർത്താനായി എനിക്കിഷ്ടം, അതെനിക്ക് ഉടനെ വേണം താനും എന്ന് പറയാം. അപ്പോൾ ആദർശനങ്ങ് ദേഷ്യം വരിക, അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വച്ച ഡോക്ടർ പറഞ്ഞതാ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്, പിന്നെ ചന്തുമോൾ എൻ്റെ മോളാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് അമ്മ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, സ്വന്തം പെറ്റ അമ്മയ്ക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല, പിന്നെ ഞാൻ ആരോടാണ് എൻ്റെ നിരപരാധിത്വം പറയേണ്ടത്?
നീ ഒന്നും എന്നോട് പറയണ്ട. നീ നയനെപ്പോലെ ഒരു പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നു ചെയ്തത്. അവൾ പാവമായതുകൊണ്ട് നിന്റെ കൂടെ നിൽക്കുന്നു. ഇല്ലെങ്കിൽ അവൾ നിന്റെ കൂടെ നിൽക്കുമായിരുന്നോ? വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിൽ ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോയേനെ. അപ്പോൾ ആദർശ് പറയാണ്, ഓ അങ്ങനെയാണ് കാര്യം. ഞാൻ നയനയെ വഞ്ചിച്ചെന്ന് വിചാരിച്ചായിരിക്കും അമ്മ ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഞാൻ നയനയെ വഞ്ചിച്ചിട്ടില്ല. ചന്തുമോൾ എൻ്റെ കുഞ്ഞല്ല. ഒരു ദിവസം ഈ നിരപരാധിത്വം തെളിയും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നയനയും പറയുന്നുണ്ട്, അത് ശരിയാമേ, അതുണ്ടാവും. ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആദർശേട്ടനല്ല ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള വിവരം. അപ്പോൾ ദേവയാനി പറയും, എനിക്കിനി ഒന്നും കേൾക്കാൻ വേണ്ട, ഇവനെ ഒട്ട് കാണുകയും വേണ്ട എന്ന് പറയണം. അപ്പോൾ ആദർശന് അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പം ആദർശ് മാറി നിന്നിട്ട് ആകെപ്പാടെ വിഷമിക്കുകയാണ് റൂമിൽ ചെന്ന്. എന്നിട്ട് നയനോട് പറയുന്നുണ്ട്, നയനെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കുറച്ച് നാൾ മാറി നിൽക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നയനി ചോദിക്കുക, അതെന്താ ആദർശേട്ടാ, ഇപ്പം കണ്ടില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ? എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാനിത് കേൾക്കുന്നത്. മറ്റുള്ള എല്ലാവരും കുത്തുവാക്ക് പറയട്ടെ, പക്ഷേ സ്വന്തം അമ്മ കൂടി മനസ്സിലാക്കിയാതെ വരുമ്പം ഈ വീട്ടിൽ എനിക്കിങ്ങനെ ശ്വാസം മുട്ടി നിൽക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് നാൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുക. ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം പുറത്ത് വരുന്നവരെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ പോവുക. അപ്പം നയന പറയാണ്, അങ്ങനെ ആദർശേട്ടൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാനും കൂടി ആദർശേട്ടൻ്റെ കൂടെ വരും. കാര്യം ഇതിൻ്റെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ തിരിച്ചു വരാമെന്ന് പറയാണ്. അങ്ങനെ ആദർശ് അവിടുന്ന് ഇറങ്ങുകയാണ് നയനയായിട്ട്. അപ്പോഴേക്കും ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോവാ? അപ്പോൾ ആദർശ് പറയാ, എനിക്ക് പറ്റില്ല ഇനി ഇവിടെ നിൽക്കാൻ. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇനി ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാം, നയനെ നീയും പോവാണോ? നീയും ഇവിടുന്ന് പോവാണോ എന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയാണ്, അതെ, എൻ്റെ ഭർത്താവ് പോകുന്ന കൂടെ ഞാനും പോവുക. സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ന്യായമുണ്ട് ആദർശേട്ടൻ്റെ ഭാഗത്തെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് പറയാം. അപ്പം നയന പോകുമെന്ന് അറിയുമ്പം ദേവയാനിക്ക് ഭയങ്കര വിഷമാവും. നയനയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ദേവയാനിക്ക്. ദേവയാനി പറയാണ്, മോളെ നയനെ നീ പോവണ്ട, അവൻ പോകുന്നെങ്കിൽ പോട്ടെ, അവൻ സത്യം തെളിയിക്കട്ടെ, നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ നയന പറയാം, അത് പറ്റില്ലമ്മേ, ഞാനും ആദർശേട്ടൻ്റെ കൂടെ എങ്ങോട്ടാണെങ്കിലും പോകുമെന്ന് പറയാണ്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുക. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക, എങ്ങോട്ടാണ് നിങ്ങൾ രണ്ടുപേരും, എങ്ങോട്ടെങ്കിലും യാത്രയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നാൾ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാനാ. നയനി എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുകയാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക, മാറി നിൽക്കുമോ? അതിനെന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? നിങ്ങളെന്തിനാ ഇപ്പോൾ ഈ അനന്തപുരിയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞാനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ബലിയാടാക്കാൻ നോക്കുകയാണ്. എനിക്കിങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും ഒന്നും സഹിച്ചിവിടെ നിൽക്കാൻ പറ്റില്ല. സ്വന്തം അമ്മ കൂടി അങ്ങനെ കുറ്റപ്പെടുത്തുമ്പം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കിവിടെ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടുന്ന് നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല. ആദർശാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ഞാനിതുവരെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അവിടെ അന്ന് കൂടി നിന്നവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടുമില്ല. ഇപ്പോഴും ഞാനും ഇയാളും ഒക്കെ വിശ്വസിക്കുന്നത് ആദർശല്ല ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ചന്തുമോളെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തുന്നുണ്ടല്ലോ, അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാണ്. അപ്പം ആദർശ് പറയാണ്, അമ്മ എന്നെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, നിൻ്റെ ഭാര്യ നയന നിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അവൾ നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. പിന്നെ നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായി അറിയാമല്ലോ. ഒരു ചെറിയ കാര്യത്തിന് പോലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ. നേരത്തെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നെന്ന് നിനക്കറിയാമല്ലോ. നയനയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന സമയത്തും അതിനുശേഷമൊക്കെ അതുപോലെ ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി. സത്യങ്ങളൊക്കെ അറിയുമ്പം ദേവയാനിയും നിന്നോട് പൊറുക്കും, നിന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നാലും ഇപ്പം മുത്തശ്ശൻ പറയാണ്, ഇല്ല, ഇവിടുത്തെ പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ചന്തുമോളുടെ അച്ഛനാണ് നീ എന്ന പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. അങ്ങനെ ആവുമ്പം നീ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ സത്യം നമുക്ക് തെളിയിച്ചെടുക്കണം. ചന്തുമോളുടെ അച്ഛനെ നമുക്ക് തിരിച്ചറിയാം. നിന്നെ ഞങ്ങളാരും കുറ്റപ്പെടുത്തില്ല, നിന്നെ ഞങ്ങളാരും സംശയിക്കുന്നുമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോകാൻ പറയാം. അപ്പോൾ ആദർശ് പിന്നെ അങ്ങ് മടിച്ച് നിൽക്കുക. അപ്പോൾ നയനും പറയുന്നുണ്ട്, വാ ആദർശേട്ടാ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ഇനിയും നമ്മളിപ്പം എങ്ങോട്ട് പോകാനാ എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ്. അതിനുശേഷം ആദർശ് നയനയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ സത്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ശരിയാണ്, കിരണനെ ഒന്ന് വിളിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ആദർശ് എന്നെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോഴേക്കും ആദർശ് ഫോൺ എടുത്ത് കിരണിനെ വിളിക്കുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നാളത്തേക്ക് റിസൾട്ട് ആകുമെന്നാണ്
ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ അവിടെ വന്ന് റിസൾട്ട് വാങ്ങിക്കോ, ആ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറയാണ്. ഞാനവിടെ കാണുമെന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആദർശും നയനയും. ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് ആ റിസൾട്ട് കാണിച്ച് സത്യസന്ധത തെളിയിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതേസമയം അവരവിടെ ചെല്ലുമ്പം വേറൊരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ആ റിസൾട്ട് കയ്യിലേക്ക് കിട്ടുമ്പം ആദർശ് എടുത്ത് നോക്കുമ്പം അതിൽ ചന്തുമോളുടെ അച്ഛൻ ആദർശ് തന്നെയാണെന്നാണ് ആ റിസൾട്ട് കാണുന്നത്. അപ്പോൾ ആദർശിൻ്റെയും ചന്തുമോളുടെയും സാമ്പിളുകൾ തമ്മിലാണ് കൂടുതൽ സാമ്യമുള്ളത്. അപ്പോഴേക്കും ആദർശ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ആദർശ് പറയാ, കിരണെ ഇത് എന്താ, ഞാനാണ് ചന്തുമോളുടെ അച്ഛനെന്നാണ് ഈ റിസൾട്ടിൽ കാണുന്നത്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുക. അപ്പോൾ കിരണും നയനയും ഒക്കെ ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ അവരും പറയുന്നുണ്ട്, അതെ അതെങ്ങനെ സംഭവിച്ചു. അപ്പം നയന പറയാം, ആദർശേട്ടൻ അപ്പം എന്നോട് പറഞ്ഞതൊക്കെ, നയനെ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ കള്ളത്തരം ഇവിടെ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സാമ്പിളുകൾ തമ്മിൽ മാറിപ്പോകുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ കിരണേ എന്ന് ചോദിക്കുക. അപ്പോൾ കിരൺ പറയാണ്, ഒരിക്കലും അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടാവില്ല, കാരണം അങ്ങനെയൊന്നും നടക്കാനുള്ള സാധ്യതയില്ല, ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് സാമ്പിളുകളൊക്കെ കൊടുത്തതെന്ന് പറയാണ്. ഇവിടുത്തെ റിപ്പോർട്ടൊക്കെ കറക്റ്റാണെന്ന് പറയാം. അപ്പം ആദർശ് പറയാണ്, അപ്പം നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ലല്ലേ, അപ്പം ഞാൻ പറഞ്ഞത് ഈ സത്യമില്ലെന്നാണ് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല ആദർശേ, ഇതിലെന്തോ തരികിടിയൊക്കെ നടന്നിട്ടുണ്ട്, ആരോ ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ചിട്ടുണ്ട്, എന്തോ ഇത് സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്ക് കണ്ടെത്തണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ കിരൺ പറയുന്നുണ്ട്, അത് നമുക്ക് കണ്ടെത്താം, ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അഭിയാണ് സംശയം, അവനിനി എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി ചെയ്യുമോ, ആരെങ്കിലും സ്വാധീനിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ആ വഴിക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം, അഭി ഇവിടെ എത്തിയിട്ടുണ്ടോയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്കൊന്ന് നോക്കാമെന്ന് പറയാം. അങ്ങനെ കിരൺ പോയിട്ട് CCTV ഒക്കെ ചെക്ക് ചെയ്യാണ് ആ ഹോസ്പിറ്റലിലെ. അങ്ങനെ CCTV ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും അഭി ആ ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു അറ്റൻഡറെയാണ് കേട്ടോ സ്വാധീനിക്കുന്നത്. അയാളോട് അഭി പറയുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു റിസൾട്ട് വരും, അപ്പോൾ ഈ റിസൾട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അഭി. നോക്കിക്കഴിയുമ്പോൾ അഭി തന്നെയാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ള റിസൾട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും അഭി ചെയ്യുന്നുണ്ട്, അയാളോട് പറയാണ്, ഈ റിസൾട്ട് ഒന്ന് തൽക്കാലം മാറ്റി വെക്കണമെന്ന് പറയാണ്. തൽക്കാലം അവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആക്കി ഈ പേപ്പറുകൾ തമ്മിലൊന്ന് മാറ്റി വെച്ചാൽ മതി ഫയലിൽ എന്ന് പറയുമ്പം അയാൾ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല സാർ, അങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ പണി പോകും. അപ്പോൾ അഭി പറയുന്നുണ്ട് അയാളോട്, അതെ നിൻ്റെ പണി പോകാതെ ഞാൻ നോക്കിക്കോളാം, നിനക്കിവിടെ ഒരു വർഷം ജോലി ചെയ്താൽ എത്ര ലക്ഷം രൂപ കിട്ടും, ആ രൂപ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തരും, അങ്ങനെയാണെങ്കിൽ നിനക്കിതൊന്ന് ചെയ്തുകൂടെ. അതൊക്കെ ചെയ്യാം, പക്ഷേ ഇത് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഞാൻ അകത്ത് പോകുന്ന കേസാണ്, വീട്ടിലെ പ്രാരാബ്ദമൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം അഭി പറയുന്നുണ്ട്, അതെ വീട്ടിൽ പ്രാരാബ്ദം ഇല്ലേ, പെങ്ങളെ കല്യാണം കഴിച്ചു വിടണ്ടേ, ഇളയ പെങ്ങളെ പഠിപ്പിക്കണ്ടേ, ഇതിനൊക്കെ നിനക്ക് പണം വേണ്ടേ, അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ചെയ്യാതെ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇല്ല സാർ എൻ്റെ പണി പോകും എന്ന് പറയുമ്പോൾ അഭി പറയാം, അതാ ഇവിടെ നിൻ്റെ പണി പോയാൽ നിനക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു നല്ല മാനേജർ പോസ്റ്റ് തന്നെ ഞാൻ തരും, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇങ്ങനെ ഒരു ഉപകാരം ചെയ്താൽ നിനക്ക് ലക്ഷങ്ങളാണ് കയ്യിലേക്ക് വരാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി ഞാനിത് ചെയ്യാം, അതുകൊണ്ട് സാർ എനിക്ക് പറയാവുന്ന ലക്ഷങ്ങൾ തരണം, എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് തന്നെ എന്ന് അബിയോട് പറയുന്നുണ്ട്. അപ്പോൾ അബി ഓക്കെ എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അബി ആ ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ തെളിവുകളൊക്കെ കാണുകയാണ് CCTVയിലൂടെ കിരണും ആദർശും. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്ന അബി തന്നെയാണ്. എന്നാലും അബി എങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അബി അവനാണ് ഈ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ഇതിൻ്റെ പുറകെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാവും. ഞാനും നയനയും ഇങ്ങനെ ഒരു DNA ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ തന്നെ അവൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയായിരിക്കും അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അബി ഒപ്പിച്ച പണിയാണല്ലോ ഇത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം നയനയും പറയുന്നുണ്ട്, ഇങ്ങനെ റിസൾട്ട് മാറി വന്നപ്പം ഇനിയിപ്പോൾ ഈ റിസൾട്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ കാണിച്ചിട്ട് കാര്യമില്ല, ആദർശനെ വീണ്ടും എല്ലാവരും കുറ്റപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഞാൻ പോയിട്ട് ഈ CCTV ദൃശ്യങ്ങളൊക്കെ അവിടെ കൊണ്ട് കാണിക്കും, അവനിവിടെ വന്നതും സ്വാധീനിക്കാൻ ശ്രമിച്ചതുമായ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നയന പറയും, ഇപ്പം വേണ്ട ആദർശേട്ടാ, നവ്യേച്ചി വരാനിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നവ്യേച്ചി അനന്തപുരിയിലേക്ക് വന്നില്ലെങ്കിലോ, നവ്യേച്ചി വരുമൊക്കെ ചെയ്യട്ടെ, അതിനുശേഷം നമുക്കിത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതേസമയം വേറൊരു ട്വിസ്റ്റ് കൂടി നടക്കുന്നുണ്ട് അവിടെ.
നമ്മുടെ അറ്റൻഡറെ ഒന്ന് പോയി കണ്ട് നന്നായിട്ട് പെരുമാറണമെന്ന് വിചാരിക്കുകയാണ് കിരണും ആദർശും കൂടി. അങ്ങനെ കിരണും ആദർശും നയനയും കൂടി ആ അറ്റൻഡറെ ഒന്ന് കാണാനായിട്ട് പോവാണ്. അതേസമയം നമ്മുടെ അബിയെ ആ അറ്റൻഡർ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അബിയോട് പറയുന്നുണ്ട്, അത് സാറ് പറഞ്ഞ പണമൊന്നും എനിക്ക് തന്നില്ല, റിസൾട്ടൊക്കെ മാറ്റിവെച്ച് അവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സാറ് പറഞ്ഞ പണം എനിക്ക് കിട്ടണമെന്ന് പറയാൻ. അപ്പോൾ അബി പറയുന്നുണ്ട്, അയ്യോ അത് കുറച്ചുകൂടി താമസമുണ്ടല്ലോ, ഇപ്പം നീ ധൃതി വെച്ച് പണം ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് തരാനാ? അപ്പോൾ അയാൾ പറയാ, അങ്ങനെയല്ലല്ലോ പറഞ്ഞത് സാറ് പണം തരാമെന്നാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് സാറ് പറഞ്ഞ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ ഞാൻ അവരെ അറിയിക്കുമെന്ന് പറയാം. അപ്പോൾ അബി പറയാ, നീ അങ്ങ് ചെന്ന് അറിയിക്കുകയാണെങ്കിൽ നീയും അകത്ത് പോകുന്നുള്ള കാര്യം നിനക്കറിയാലോ. അപ്പോൾ അയാൾ പറയാ, അങ്ങനെ ഞാൻ അകത്തൊന്നും പോകാതെ എനിക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെ പറ്റും, സാറാണ് ആ കൊച്ചിൻ്റെ അച്ഛനെന്നുള്ള വിവരം നൈസായിട്ട് അവരങ്ങ് അറിയും എന്ന് പറയാ. അപ്പോൾ അബി പറയുന്നുണ്ട് അവനോട്, അതെ നീ ഇങ്ങനെ ബഹളം വയ്ക്കാതെ, നിനക്ക് പണം തരാമെന്ന് അബിയല്ലേ പറഞ്ഞത്, തരാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ പോരെ സാറേ, ഇപ്പം തന്നെ എനിക്ക് പണം കിട്ടണം, കാര്യം ഞാൻ അതുപോലെ അങ്ങ് ചെയ്ത് തീർത്തില്ലേ, ഇനി പണം തരാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ അബി പറയുന്നുണ്ട്, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊന്നും ഈ അബിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് സാറിനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, ആ ആദർശിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കതൊക്കെ എങ്ങും മനസ്സിലാവും. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്, തൽക്കാലം ഇപ്പം എൻ്റെ കുറച്ച് പണമുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഹോസ്പിറ്റലിലേക്ക്, നീ ധൃതി വെച്ച് കാര്യങ്ങളൊന്നും ചെയ്യല്ലെന്ന് പറയാണ്. അപ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ ജലജ കേട്ടോണ്ട് നിൽക്കുക. അപ്പോൾ ജലജ അബിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, എന്താ പ്രശ്നം, നീ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, സംസാരത്തിൽ നിന്ന് DNA ടെസ്റ്റ് എന്നോ കൊച്ചിൻ്റെ അച്ഛനെന്നൊക്കെ കേട്ടു. അപ്പോൾ ഉടനെ തന്നെ അബി പറയാം, എന്താ അമ്മയ്ക്ക് അറിയേണ്ടത്, ആ ആദർശിൻ്റെ കാര്യമാണ്, അവനാ കൊച്ചിൻ്റെ അച്ഛൻ, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം ജലജ പറയാം, എടാ മോനെ അബി, നിന്നെ ഞാൻ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്, ആ ചന്തുമോളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് നിൻ്റെ കൊച്ചാണെന്ന് തന്നെയാണ്. ആദർശൻ അങ്ങനെ ഒരു കൈപ്പിഴയും തെറ്റുമൊന്നും സംഭവിക്കില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യേയില്ല, നീ തന്നെയാണെന്നാ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ആദർശ് അത് സമ്മതിച്ചപ്പം ഞാൻ ഓർത്തു അവൻ്റെ കൊച്ചായിരിക്കുമെന്ന്, നീ തന്നെയാണോടാ? അപ്പോൾ അബി പറയാം, എല്ലാം കേട്ട് നിൽക്കുമായിരുന്നല്ലേ, ഇനി ഇതിപ്പം ആരുടെ അടുത്ത് കൊട്ടിഘോഷിക്കാനൊന്നും പോകണ്ട, ചന്തുമോളുടെ എൻ്റെ കൊച്ച് തന്നെയാണ്, അത് പക്ഷേ ഇവിടെ ഒറ്റ മനുഷ്യരറിയാതെ ഞാനങ്ങ് തീർക്കും. അനഘയെന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ ചാകാറായി, പിന്നെ കൊച്ചിൻ്റെ കാര്യം അത് ഞാൻ ആദർശിൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കും, അതിന് വേണ്ടിയിട്ടുള്ള കളികളല്ലേ ഞാനിവിടെ കളിക്കുന്നത്. അപ്പം ജലജ പറയാം, അതേതായാലും നന്നായി, ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരം തന്നെയാണ്, ആദർശിൻ്റെ തലയിലേക്ക് തന്നെ ആ കൊച്ചിനെ വെച്ചു കൊടുക്കാൻ നിനക്ക് തോന്നിയത് നന്നായി എന്ന് പറയാണ്. ചെവി ഇത് അറിയരുത്, അമ്മ ഇത് ആരോടും പറയാനൊന്നും പോകണ്ട. ഇപ്പം ജലജ പറയാ, നിനക്ക് എന്നെ അറിയില്ലേ, എൻ്റെ സ്വഭാവം അറിയില്ലേ, ഞാനിത് വെച്ച് ഞാനും ഒരു കളി കളിക്കുമെന്ന് ജലജയും പറയാം. അപ്പോൾ അബി ധൃതി വെച്ച് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ആ അറ്റൻഡറിനെ ഒതുക്കണം അതിന് വേണ്ടിയിട്ട്. അതേസമയം ഇത് നമ്മുടെ നയനി ആദർശം കാണുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവൻ അവനെ കാണാൻ വേണ്ടി പോകുന്നതായിരിക്കും, ഇത്ര വാലിന് തീ പിടിച്ച പോലെ ഓടണമെങ്കിൽ അങ്ങനെ എന്തോ കാര്യമാണ്, അതുകൊണ്ട് നമുക്കും പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ അബിയെ ഫോളോ ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ പോവുക, ആദർശും നയനിയും. അങ്ങനെ അവരവിടെ ചെല്ലുമ്പം കാണുന്ന ആ ഹോസ്പിറ്റലിലേക്ക് അബി ചെന്ന് കയറുന്നതും അവിടെ അറ്റൻഡറുമായിട്ട് സംസാരിക്കുന്നതും അയാളെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെയാണ്, കുറച്ച് പണം കൊടുക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന. എന്നിട്ട് അബി അയാളെ ഒതുക്കിയൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ആദർശും നയനയും കൂടെ അറ്റൻഡറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വന്നയാൾ ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്, അതെന്തിനാ ഇപ്പം നിങ്ങൾ അറിയുന്നത്, നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തനിക്കെന്നെ അറിയായിരിക്കും, കഴിഞ്ഞ ദിവസം DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിയിരുന്നു, ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണെന്നാണ് തെളിഞ്ഞത്. അപ്പോൾ അയാളൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്താ സാറിപ്പം വീണ്ടും വന്നത്? അപ്പോൾ പറയാം, അല്ല നിനക്കിപ്പോൾ കുറച്ച് പണമൊക്കെ കൊണ്ട് തന്നിട്ട് ഒരുത്തം പോയില്ലേ, അവൻ ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അയാളങ്ങ് പേടിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവനല്ലേ നിന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചത്, അവൻ തന്നെയല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ, എന്നിട്ട് നീ ടെസ്റ്റ് റിപ്പോർട്ട് മാറ്റി വെച്ചതല്ലേ, ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുമ്പം അയാൾ സമ്മതിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പം പഴയ CCTVയിലെ ഫുട്ടേജൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അയാളങ്ങ് സമ്മതിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, സാറേ എന്നെ അകപ്പെടുത്തരുത്, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത്, കാരണം വീട്ടിലെ പ്രാരാബ്ധം കാരണമാണ് ഞാൻ ആ പണം വാങ്ങിയത്, ഇങ്ങനൊരു തെറ്റ് ചെയ്തത്, ആകുന്ന പോലെ ഞാൻ ആ സാറിനോട് പറഞ്ഞതാണ് ഞാനിത് ചെയ്യില്ല എന്ന്.
പക്ഷേ അയാൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പം ആ പണം കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പം വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചപ്പം ഞാനിത് ചെയ്തെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്ത തെറ്റാ. യഥാർത്ഥ റിസൾട്ട് ഇതാണെന്നും പറഞ്ഞിട്ട് യഥാർത്ഥ റിസൾട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദർശ് പറയുന്നുണ്ട്, നീ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. തൽക്കാലത്തേക്ക് നിനക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കാം. അബി പെട്ട് കഴിയുമ്പോൾ നീയും പുറകെ പെടും. കാരണം നീ ചെയ്ത വിശ്വാസവഞ്ചനയും തെറ്റും തന്നെയാണ്. അത് തെറ്റല്ലാതായി തീരുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തൽക്കാലം അയാളെ അവിടെ നിർത്തിയിട്ട് ആ റിസൾട്ടും ഒക്കെ ആയിട്ട് ഇവർ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ റിസൾട്ട് കൊണ്ടുപോയി മുത്തശ്ശൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അത് കുറച്ച് വൈകിച്ചിട്ട് മതിയെന്ന് നയന പറയുന്നുമുണ്ട്. അതേസമയം വീട്ടിൽ ചെന്ന് കഴിയുമ്പം ദേവയാനിയെ കാണുമ്പോഴേക്കും നയനയ്ക്ക് ആദർശിനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പം സഹിക്കാൻ വയ്യാതെ നയന ആ റിസൾട്ട് ദേവയാനിയെ കാണിക്കുകയാണ്. റിസൾട്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ ഇത് കണ്ടോ, ആദർശേട്ടനല്ല അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ. അതുപോലെ തന്നെ ഈ വീഡിയോയും കൂടി അമ്മ കാണണമെന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ കാണുകയാണ്. അഭിയാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തത്. ആദർശേട്ടനെ പെടുത്താൻ വേണ്ടി അഭി ചെയ്ത ഓരോ കാര്യങ്ങളുമാണിത്. ഇത് അമ്മ കണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ആദർശേട്ടനെ വെറുതെ കുറ്റപ്പെടുത്തരുത്. ആ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സത്യങ്ങൾ ഇനിയും മനസ്സിലാക്കണം എന്ന് പറയാം. അപ്പോൾ ദേവയാനി ഈ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ ദേവയാനിക്ക് സത്യം മനസ്സിലായി കഴിയുമ്പോഴേക്കും നയനയോട് മാപ്പ് ചോദിക്കുക. നയനെ, എന്നോട് നീ ക്ഷമിക്കണം. അതുപോലെ ആദർശമായിട്ട് അവനോട് കണ്ട എനിക്ക് മാപ്പ് ചോദിക്കണം. അവനെ ഞാൻ കുറ്റപ്പെടുത്തി. ഒരു അമ്മയും കുറ്റപ്പെടുത്താൻ മേലാത്ത രീതിയിൽ ഞാൻ എൻ്റെ മകനെ മനസ്സിലാക്കിയില്ല. എനിക്ക് അവനോട് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്